Hey guys, welcome back to the channel. അപ്പം നമ്മളങ്ങനെ മാർവലിന്റെ ഭാഗത്തുനിന്ന് വന്ന് തണ്ടർബോൾട്സ് എന്ന് പറയുന്ന മൂവി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ആസ് എ മാർവൽ ഫാൻ കുറച്ച് മുന്നേ ഒക്കെ ഇറങ്ങിയിരുന്ന മാർവലിന്റെ പല പടങ്ങളും നമുക്ക് ഭയങ്കരമായിട്ട് നിരാശയാണ് തന്നിട്ടുള്ളത്. അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു റിലീഫാണ് ഗൈസ്. നേരത്തെ ഉണ്ടായിരുന്ന പല സീരീസുകളായിക്കോട്ടെ, പല മൂവീസ് ആയിക്കോട്ടെ, അതിനകത്ത് ആന്റി ഹീറോസിനെ ന്യൂ അവഞ്ചേഴ്സ് ആയിട്ട് ഷോ ചെയ്യുന്ന ഒരു മൂവിയാണ്. ഇതിനകത്ത് ഒരു വില്ലനായിട്ട് എടുത്തേക്കുന്ന സെൻട്രിയയാണ്. സോ സെൻട്രിയയുടെ ഗുഡ് സൈഡും ബാഡ് സൈഡും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. കമ്പയർ ചെയ്ത് പ്രീവിയസ് മാർവൽ മൂവീസ് നോക്കുമ്പം എന്തുകൊണ്ടും ഇതെനിക്ക് കുറച്ച് ബെറ്റർ ആണ്. നോട്ട് എന്താ പറയാ, ഭയങ്കര വലിയ മാർവലിന്റെ പഴയ മൂവീസ് പോലെ ഭയങ്കര ഭയാനകം അല്ലെങ്കിൽ ഭയങ്കര ഗ്രിലോസ്കി അങ്ങനെയല്ല ഞാൻ പറയാം. കോഴ്സ് നമ്മൾ മാർവൽ മൂവീസ് കാണാൻ പോകുമ്പോൾ നമ്മൾ എൻ ക്രെഡിറ്റ്സിനും പോസ്റ്റ് ക്രെഡിറ്റ്സിനും ഒക്കെ നമ്മൾ കണ്ടിരിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. പടം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. ഒരു ക്യാരക്ടറിന്റെ ഒരു ജസ്റ്റ് വാക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരെ ജസ്റ്റ് ഫേസ് ഷോ ഓഫ് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമല്ല. ഇതിനകത്ത് നല്ലൊരു സീൻ കാണിക്കുന്നുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഫാന്റാസ്റ്റിക് ഫോറിന് വേണ്ടിയിട്ടാണ്. കാരണം പഴയ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ആൾക്കാരെല്ലാം മാറ്റിയിട്ട് ഇവർ പുതിയ കുറെ ആൾക്കാരെ ഇറക്കി പുതിയൊരു യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു ഫാന്റാസ്റ്റിക് ഫോറിന്റെ കഥയായിട്ടാണെന്നാണ് വരുന്നത് തോന്നുന്നത്. കാരണം അതിനകത്ത് കാണിക്കുന്ന ആ ഒരു സിറ്റി ആയിക്കോട്ടെ, അവരുടെ വണ്ടികളായിക്കോട്ടെ, അവരുടെ ആ ഒരു വേൾഡ് തന്നെ കണ്ടിട്ട് നമ്മുടെ എർത്തിൽ നടക്കുന്ന കഥയല്ലെന്നാണ് എനിക്ക് തോന്നിയത്. സോ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഫാന്റാസ്റ്റിക് ഫോറിന് വേണ്ടിയാണ്. ഇതിനകത്ത് കാണിക്കുന്ന ഈ തണ്ടർബോൾട്സ് എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിനെ എല്ലാവരും ഇനി ഒരു പുതിയ അവഞ്ചേഴ്സിന്റെ ഫേസ് ആയിട്ടാണ് അവർ കാണിക്കുന്നത്. അതായത് ഇതുവരെ പ്രീവിയസിൽ ഉണ്ടായിരുന്ന മാർവലിന്റെ പടത്തിനകത്തുള്ള ആന്റി ഹീറോസിനെ എല്ലാവരെയും ഇതിനകത്തോട്ട് അവരൊരു ഹീറോ ഫേസ് ആയിട്ട് അവരെ കൊണ്ടുവന്ന് ന്യൂ അവഞ്ചേഴ്സ് എന്നുള്ള രീതിക്കാണ് അവർ ഷോ ഓഫ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ മറ്റേ ടോണി സ്റ്റാർക്കിന്റെ മറ്റേ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, മറ്റേ ടവർ, ആ ടവർ അവഞ്ചേഴ്സിന്റെ ടവറായിട്ട് പിന്നെ മാറ്റിയായിരുന്നല്ലോ അവർ. ആ സംഭവം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് മറ്റേ ലോക്കി ആയിട്ടുള്ള ഫൈറ്റ് സീൻ സമയത്തിന് തൊട്ട് മുന്നേ ടോണി സ്റ്റാർക്ക് മറ്റേ കയ്യിലൊക്കെ റിങ് ഇടുന്ന ആ ഒരു ബാർ കൗണ്ടറും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ലോക്കിയായിട്ട് സംസാരിക്കുമ്പോൾ ടോണി സ്റ്റാർക്ക് ജസ്റ്റ് സാധനം ഒഴിച്ചുകൊണ്ട് വരുന്ന ആ ഒരു സീൻ ഇതിനകത്ത് ഒരു പുള്ളിക്കാരത്തെ വെച്ചുകൊണ്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്കത് കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും തോന്നത്തില്ല. ബട്ട് ആ ഒരു സീന് ഒരു ചെറുതായിട്ട് അവരൊന്ന് റീക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇവിടെ മാർവലിന്റെ സീരീസുകൾ ഫോളോ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സിനൊന്നും ചിലപ്പോൾ പരിചയം കാണാൻ ചാൻസ് ഇല്ല. സോ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ മാർവലിന്റെ സീരീസുകളെല്ലാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ആകപ്പാടെ നിങ്ങൾക്ക് പഴയ ഒരാളെ അറിയാവുന്നത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടോ ചോദിച്ചാൽ ആകപ്പാടെ ഉള്ളത് നമ്മുടെ വിന്റർ സോൾജർ മാത്രമുണ്ട്. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുന്നത് മാർവലിന്റെ ഫാന്റാസ്റ്റിക് ഫോറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ടോണി സ്റ്റാർക്കിന്റെ റീ എൻട്രി ആസ് എ ഡോക്ടർ ഡൂം അത് കാണാനൊക്കെയാണ് ഗൈസ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.